ധനലക്ഷ്മി ബാങ്കിന്റെ 98ാമത് വാർഷികാഘോഷങ്ങൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. 1967 65 ആണെന്ന് തോന്നുന്നു ഞാനും ബാങ്കുമായിട്ട്. ഞാൻ വലിയ ഗമ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് 25,000 രൂപയാണ് കടം തന്നത്. ആദ്യം എൻ്റെ അമ്മ തന്ന 25,000 രൂപയും ഈ ധനലക്ഷ്മി ബാങ്ക് തന്ന 25,000 രൂപയും കൊണ്ടാണ് ഞാൻ പണി തുടങ്ങിയത്. അങ്ങനെ ഞാൻ കൃത്യമായി ചെയ്തതുകൊണ്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടി ഒന്നിനും വന്നിട്ടില്ല. എല്ലാം വാരിക്കോരി തരും ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് പലരും വരാൻ തുടങ്ങി. ഫെഡറൽ ബാങ്ക് ഞാൻ വന്ന വഴി അവർ അതുപോലെ ഓടിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആവശ്യത്തിന് ഉതകിയവനാര്, കാശുണ്ടായ ശേഷം പിന്നെ എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ കാശ് അവർക്ക് കൊടുത്താൽ അതൊരു മനസ്സാക്ഷിയില്ലാത്തതാണ്. ആരെ കൊണ്ട് നമ്മൾ നന്നായോ അവരുടെ കൂടെ നിൽക്കണം. ഞാൻ നന്നായതിൻ്റെ പിന്നിലെ ശക്തിയും സമ്പത്ത് എല്ലാം തന്നത് ധനലക്ഷ്മി ബാങ്കാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ ഓരോ തരിയിൽ മണം നോക്കിയാൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ മണം കാണുന്നു. കാരണം അത്രയും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ട് അവർ ഇഷ്ടംപോലെ പണം തരുമായിരുന്നു. പണം ഞാൻ കൃത്യമായിട്ട് അടക്കുകയും ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് പണിയെടുക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ് എനിക്ക് വന്നിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പണം തരാനിരിക്കുകയല്ലേ എന്നില്ല, ഞാൻ തോന്നിയ ദിവസം ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വർക്ക് നിർത്തിയ അന്ന് ഞാൻ സെക്യൂരിറ്റി വെച്ചിരുന്ന എൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് വന്നു. അത് ആർക്കും സാധിക്കില്ല. ധനലക്ഷ്മി ബാങ്കിന്റെ 98ാമത് വാർഷികാഘോഷങ്ങൾ കണിച്ചുകുളങ്ങര ബ്രാഞ്ചിൽ നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റുമായ വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ധനലക്ഷ്മി ബാങ്ക് റീജിയണൽ മാനേജർ അരുൺ സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. ധനലക്ഷ്മി ബാങ്ക് കണിച്ചുകുളങ്ങര ബ്രാഞ്ച് മാനേജർ വിജയകുമാരൻ സ്വാഗതം പറഞ്ഞു. കണിച്ചുകുളങ്ങര ദേവസ്വം സെക്രട്ടറി ധനേശൻ പൊഴികൽ, ദേവസ്വം മാനേജർ മുരൻ പെരകൻ, മധുവൻ പോറ്റി, KP കലേഷ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ ഉപജില്ലാ മത്സര ജേതാക്കളായ സീതാലക്ഷ്മിയും വാസുദേവന്മാരാരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. എപ്പോഴും പറയും ചിദംബരം സാറേ തൊട്ടടുത്ത് കച്ചവടം